കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പിൻ്റെ പാലപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയതാണ്. എനിക്ക് അരിയുടെ അപ്പത്തിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയത് ഗോതമ്പിൻ്റെ പാലപ്പമാണ്. ഒരു പക്ഷേ എനിക്ക് ഗോതമ്പിനോട് ഇഷ്ടം കൊണ്ടതാണെന്ന് എനിക്കറിയില്ല. എനിക്കിഷ്ടപ്പെട്ടത് ഗോതമ്പിൻ്റെ അപ്പമാണ്. അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അരിയൊക്കെ വെള്ളത്തിടാൻ ചില ദിവസങ്ങളിൽ മറന്നു പോകില്ല. ആ സാഹചര്യങ്ങളിൽ രാവിലെ എണീച്ച് എന്താ ടെൻഷനാകുമ്പോൾ ഈ ഗോതമ്പ് ദോശയിൽ നിന്നൊക്കെ എത്രയോ ഭേദമാണ് ഗോതമ്പിൻ്റെ അപ്പം. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഇടാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക, കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, റൈറ്റ്. ആദ്യമായി ഞാൻ എടുത്തിരിക്കുന്നത് 240 ml ഒരു കപ്പിൽ ഗോതമ്പ് പൊടിയാണ്. അത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് അടുത്ത വേണ്ട ഇൻഗ്രീഡിയൻ്റാണ് അതിൻ്റെ 1/2 കപ്പ് തേങ്ങ. അത് നമ്മൾ 240യുടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് അതിൻ്റെ പകുതി തേങ്ങ. പിന്നെ 1/4 കപ്പ് ചോറ്. നമുക്ക് ചോറിന് വേണമെങ്കിൽ പകരം അവൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ചോറാണ് എടുത്തിരിക്കുന്നത്. പിന്നെന്താണ് ഒരു ടീസ്പൂണ് പഞ്ചസാര, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണ് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ട് അത് വേണ്ടി വരും. പിന്നെ ഒരു 1.5 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം. ഓക്കെ, എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിക്കുക. അടിച്ചിട്ട് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, സാധാരണ മാവ് അരയ്ക്കുന്നതിൻ്റെ അത്രയൊന്നും അരയ്ക്കേണ്ടി വരില്ല. കാരണം അധികം അരയ്ക്കാനുള്ള സാധനങ്ങളില്ലല്ലോ. തേങ്ങ മാത്രം തേങ്ങയും ചോറും ഒന്ന് അരഞ്ഞ് ചേർന്നാൽ മതിയല്ലോ. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിനകത്തൊരു ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഒരു 1/4 കുറവ് കുറച്ച് വെളിച്ചെണ്ണ അതൊന്ന് ആഡ് ചെയ്യണം. അത് നല്ലതായിരിക്കും അത് ആഡ് ചെയ്താൽ. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് വേണം, ഒരു 1.5 മണിക്കൂർ, അതെ 1.5 മണിക്കൂർ വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കണ്ട മാവ് നന്നായിട്ട് ഫ്ലഫി പോലെ ഇരിക്കുന്നുണ്ട്. നന്നായിട്ട് നേർത്തിരുന്നില്ല, ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടേ, കറക്റ്റായിട്ട് വന്നിട്ടില്ലേ? നമുക്ക് സാധാരണ അപ്പം ചുടുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്കത് സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന എന്തൊക്കെയാണോ പരിപാടികൾ അതേപോലെ തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കാം. കല്ല് അടുപ്പത്ത് വെച്ചിട്ട്, കല്ലല്ല കേട്ടോ, അപ്പച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചൂടാകുമ്പോഴത്തേക്ക് മാവ് കോരി ഒഴിക്കുക. ആസ് യൂഷ്വൽ കറക്കുക, വയ്ക്കുക. അപ്പോഴത്തേക്ക് ആ ഹോൾസൊക്കെ വന്നു കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് അടച്ചു വയ്ക്കുക. കണ്ടോ, സൂപ്പറായിട്ട് അപ്പം നല്ല ഹോളൊക്കെ വന്നിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ അപ്പച്ചട്ടി അത്ര നല്ലതൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇതിന് ഇളകി വരാതിരിക്കുമെന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. ചുമ്മാ കേട്ടോ, കറക്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല സാധാരണ അപ്പം. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുകയല്ല, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ അതിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാലും ആ സോഫ്റ്റ്നെസ് മാറില്ല. അപ്പോൾ സൂപ്പറായിട്ട് അപ്പം ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ? എന്ത് നോക്കിക്കേ. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഓക്കേ, ബൈ ബൈ.